വാസ്തുശില്പകലകളുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ഡിസ്പ്ലേ. പൗരാണിക കലകളെ വിളിച്ചോതുന്ന രീതിയിലുള്ള ഈ ഡിസ്പ്ലേ പൊട്ടിക്കൽ. ഇതിന്റെ മുതലാളി ഷുക്കൂറിന് ഇതൊന്നും ഒരു പുത്തരിയല്ല. ഷുക്കൂർ ആളൊരു രസികനാണ്. പാകിസ്ഥാൻ കളിക്കാരൻ ഷുഐബ് അക്തറിനെ അനുസ്മരിപ്പിക്കും വിധം ഫോണെടുത്ത് എറിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ഡിസ്പ്ലേ മാത്രം പൊട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാ പാർട്സുകളും ഓക്കെയാണ്. 4 തവണ ഡിസ്പ്ലേ മാറ്റിയിട്ടുണ്ടെങ്കിലും ഇനി അദ്ദേഹം ഒരു പുതിയ ഫോണിലോട്ട് ചേഞ്ച് ആവുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് ഇത് തന്നെയാണ്. ഫോൺ തുറക്കുന്നത് നോക്കി അദ്ദേഹം എന്റെ മുമ്പിൽ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഫോണിന്റെ ഉൾവശം കണ്ട് അദ്ദേഹം എന്നോട് പറയുകയാണ്, ടൈഗ്രീസ് നദീക്കരയിലെ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളെ അനുസ്മരിപ്പിക്കും വിധമാണ് ഇതിന്റെ ഉൾക്കാഴ്ചകൾ എന്ന്. ഞാൻ പറഞ്ഞു, ഇനിയും ഇതുപോലെ എടുത്ത് എറിയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർ കയറിയ ഇന്ത്യ പോലെയായിരിക്കും കുറച്ചു കഴിഞ്ഞാൽ. ഇത് കേട്ട പുള്ളിക്കാരൻ ചെറിയ രീതിയിൽ പുഞ്ചിരി തൂക്കി എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ടാക്സാനിയയിലെ പഴയ ടാറ്റയുടെ എഞ്ചിൻ പോലെ ഈ ഫോണിന്റെ ഉള്ളിൽ പല ഭാഗത്തും സ്ക്രൂസും ഷീൽഡും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഒരുപാട് തവണ മാറ്റിയത് കൊണ്ടാവാം. ഷോപ്പിനടുത്തു തന്നെയാണ് പുള്ളിക്കാരന്റെ വീട് എന്നതും പുള്ളിക്കാരന് ഒരു അനുഗ്രഹം തന്നെയാണ്. ഇനി ഫോൺ എടുത്ത് എറിയാൻ തോന്നുമ്പോൾ ഏതെങ്കിലും സ്പിന്നർമാരെ ആലോചിച്ച് എറിഞ്ഞാൽ മതി എന്ന് ഞാൻ അദ്ദേഹത്തിന് ഒരു ഉപദേശവും നൽകി. എന്നാൽ ഇത്രയും പരിക്ക് പറ്റില്ല. അപ്പോൾ ഇനി അടുത്ത ഓവറുമായി വീണ്ടും കാണാം.